പിയിലുള്ള ഒരു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ കൂടത്തിൽ വന്നേക്കുന്ന ആൾക്കാർ അവരുമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചാണകത്തിൻ്റെ ഇതൊക്കെ വെച്ചേക്കുന്നുണ്ട്. ചാണകം സെറ്റാക്കി കൂന കൂട്ടി വെച്ചിരിക്കുക. എന്തിനാ യൂസ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല, യൂസിങ് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ എല്ലാം അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. ഇതൊരു വില്ലേജ് ഏരിയയാണ് UP-യിലുള്ള. നമ്മുടെ പാർട്ടിയായിട്ട് കാറിൽ വന്ന് അവർ നമ്മളിവിടെ നിർത്തിയിട്ട് അവർ അങ്ങോട്ടും കണ്ട് അവരുടെ കമ്പനിയുണ്ട്, അങ്ങോട്ടും കണ്ട് പോയിരിക്കുക. അപ്പം UP 37V3753 എന്ന് പറയുന്ന വണ്ടിയിലാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ എന്തോ കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. കൃഷി ഇത് കണ്ടോ, എന്ത് കൃഷിയാണെന്ന് നമുക്കറിയത്തില്ല ഗൈസ്. UP-യിലെ ഒരു വില്ലേജിലാണ് സ്ഥലത്തിൻ്റെ പേര് നമുക്കറിയത്തില്ല. ഇത്തിരി ഉള്ളിലായിട്ട സ്ഥലം എവിടെയാണെന്ന് അറിയത്തില്ല. അവർ നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് അവർ ഭാഗത്തോട്ട് അങ്ങോട്ട് പോയിരിക്കുക. അപ്പോൾ ഇതെന്നാന്ന് ആരെങ്കിലും ഇതെന്ത് സംഭവമാണെന്ന് അറിയുവാണെങ്കിൽ ഒന്ന് ഗസ് ചെയ്ത് പറയുമോ? ഓക്കെ ഗൈസ്, ഇതെന്താ ഈ കൃഷി ഇട്ടേക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഗസ് ചെയ്ത് പറയാം ഗൈസ്. ഓക്കെ, ഇവിടുത്തെ UP-യിലുള്ള SP ഓഫീസിൽ പോയി അവിടെ പോയി പരാതിയെല്ലാം കൊടുത്തിട്ട് ഇപ്പം നല്ല SP ആയിരുന്നു കേട്ടോ. പുള്ളി നല്ലതായിട്ട് എവിടെയാണ് താമസിക്കുന്നത്, കേരളത്തിലെവിടെ താമസിക്കാൻ പറഞ്ഞ് കോട്ടയത്ത് താമസിക്കുന്നത്. അപ്പം നോക്കട്ടെ, അവിടെ തന്നെ പുള്ളി ഓൺ ദ സ്പോട്ടിൽ ആക്ഷൻ എടുത്തിട്ടുണ്ട്. ആളെ വിളിക്കും. അവിടുത്തെ ആ ഏരിയയിലുള്ള SI ഇൻസ്പെക്ടറൊക്കെ വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് ഇത് ഷോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കണം, പാർട്ടിയെ വിളിച്ച് ഡീലാക്കി ചെക്ക് മേടിച്ച് കൊടുത്ത് ഫണ്ട് റിലീസായി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ആ ഒരു ഇതിലാണ്. ഇപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത് ഞങ്ങൾക്ക്. അപ്പം നമ്മൾ ഇവരുടെ കൂടെ വന്നപ്പോൾ നമ്മളിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കിന് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. അപ്പം ആരും ചെറിയ വില്ലേജാണ്, UP-യിലുള്ള ഒരു ചെറിയ ഗ്രാമം. അവിടെ എത്തിക്കുക. പക്ഷേ അവിടെ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഒരു ചെറിയൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മുസ്ലിം പള്ളി പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇവിടെ മുസ്ലിംസിനെ അടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വേറെ ഖത്തറല്ലേ, അതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നല്ല കാറ്റുണ്ട്, കാറ്റടിച്ച് മറക്കുക. ഇവിടെ മൊത്തം ഇത് വെച്ചിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കണം, പൈസ കിട്ടണമെന്ന് പറയാം. പൈസ കിട്ടിയാൽ ഹാപ്പി, അല്ലെങ്കിൽ അവർ ചെക്ക് തരത്തില്ല. ഇനി പോലീസിന് വല്ല പ്രഷർ, അവർ മാക്സിമം പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ മറ്റവരിനി ഓപ്പോസിറ്റ് പാർട്ടി എന്തെങ്കിലും ചെയ്താൽ അതാണ് നമുക്ക് ടെൻഷൻ. അപ്പം ഇവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരുമായിട്ട് അവൾക്ക് മുട്ടിയിരിക്കുന്നത്. ഓക്കെ, ബൈ. ഞങ്ങൾ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് ഒരു ബിരിയാണി കഴിക്കാം. പുതിയൊരു ബിരിയാണി കട നിൽക്കണം ഗൈസ്. ഇന്ന് നമ്മൾ വേറൊരു ബിരിയാണി കഴിച്ചു. ഇവിടെ തന്നെ ലോക്കൽ ഹോട്ടലിലെ ബിരിയാണി. അത് ഭയങ്കര ടേസ്റ്റിയാണ് ബിരിയാണി ഗൈസ്.